ഇപ്പോൾ പല നിയമങ്ങളും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് രൂപമാറ്റം വരുത്തണം. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെങ്കിൽ നിലവിൽ എന്തെങ്കിലും അതിന് തടസ്സമുണ്ടെങ്കിൽ അത് നീക്കേണ്ടത് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ്. ഓരോ കാലഘട്ടങ്ങളിലും ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അതാത് കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. ഇപ്പോൾ 972 കാലത്താണ് ഈ വന്യജീവി നിയമം കൊണ്ടുവന്നത്, അന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ആ കാലത്ത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ വംശനാശം സംഭവിക്കുന്നൊരു കാലമാണ്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? മൃഗങ്ങൾ പെറ്റുപെരുകുന്ന അവസ്ഥയാണ്. അപ്പോൾ 72 നിയമമല്ല ഇപ്പോഴും വേണ്ടത്. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, കാരണം അത് വയനാടും കൂടെ ബന്ധപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ട് പറയാം. അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് നയത്തിൽ മാറ്റം വരുത്തേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ട വലിയൊരു സാഹചര്യമാണ് വയനാട്ടിലുണ്ടായത്. ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ഇപ്പോൾ MP-മാർക്കൊക്കെ അവരുടെ ഫണ്ട് ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു ലോക്സഭാ അംഗത്തിന് സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രമേ എമൗണ്ട് ചിലവഴിക്കാൻ കഴിയൂ. നേരെ മറിച്ചൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ ആ പ്രദേശത്തിന് ലോക്സഭാ അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഫണ്ടിൻ്റെ ഒരു വലിയ ഭാഗം കൊടുക്കാൻ കഴിയും. അതുപോലെ രാജ്യസഭക്കാർക്ക്, ഇപ്പോൾ രാജ്യസഭയുടെ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് അതാത് സ്റ്റേറ്റാണ്. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും കേന്ദ്രം ശുഷ്കാന്തി കാണിക്കണം എന്നാണ് പറയാനുള്ളത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ ഞങ്ങളെല്ലാവരും സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയം നോക്കേണ്ട സമയമല്ല, വയനാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു യജ്ഞമാണ്. അതിൽ പ്രധാനമന്ത്രി വന്ന് നൽകിയ വാഗ്ദാനം അത് പാലിക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സംസ്ഥാന